സഹരക്ഷക. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് പ്രകൃത്യാതീതമായ ഒരു അന്ത്യത്തിലേക്ക് ഉയർത്തുകയും ദൈവസുതൻ എന്ന പരമോന്നതമായ സ്ഥാനത്തിന് അർഹനാക്കുകയും ചെയ്തു. പക്ഷേ പാപത്താൽ ഈ മഹനീയ പദം നമുക്ക് നഷ്ടപ്പെട്ടു. പരിതാപകരമായ ഈ സ്ഥിതിയിൽ നിന്നും മനുഷ്യകുലത്തെ രക്ഷിക്കുന്നതിന് അനന്ത നന്മയായ ദൈവം കാരുണ്യപൂർവ്വം തിരുമനസ്സായി. ആദിമാതാപിതാക്കന്മാരുടെ പതനം നിമിത്തം മനുഷ്യ സ്വഭാവത്തിൽ തന്നെ ഒരു തകിടം മറിച്ചിൽ സംഭവിച്ചു. ദൈവപരിപാലന മനുഷ്യനെ മനുഷ്യൻ വഴിയായി പുനരുദ്ധരിക്കുന്നതിനാണ് ക്രമീകരിച്ചത്. പാപപങ്കിലമായ മാനവരാശിക്ക് അതിന്റെ തന്നെ പരിത്രാണ കൃത്യം നിർവഹിക്കുക അസാധ്യമാണ്. അതിനാൽ സുതനായ ദൈവം മനുഷ്യനായി അവതരിച്ചു. മിശിഹ അവിടുത്തെ പീഡാനുഭവവും മരണവും വഴി പൈശാചിക പാരതന്ത്രത്തിൽ അടിപ്പെട്ട ലോകത്തെ രക്ഷിക്കുന്നു. കപാലഗിരിയിലെ മഹായജ്ഞം വഴി സമ്പാദിച്ച പ്രസാദവരത്താൽ മനുഷ്യകുലത്തെ സ്വപിതാവുമായി അവിടുന്ന് ഐക്യപ്പെടുത്തി. മിശിഹായോടു കൂടി പരിത്രാണ കർമ്മത്തിന്റെ ഓരോ രംഗത്തിലും ഏറ്റവും കൂടുതൽ സഹകരിച്ച് പ്രവർത്തിച്ച ഒരു വ്യക്തിയെ നാം കാണുന്നുണ്ട്. അത് ദൈവജനനിയായ പരിശുദ്ധ കന്യകാ മറിയമല്ലാതെ മറ്റാരുമല്ല. പരിത്രാണ കർമ്മത്തിന്റെ കേന്ദ്രവും അതിന് മകുടം ചാർത്തുന്നതുമായ സംഭവമാണ് കപാലഗിരിയിലെ മഹോന്നതമായ ബലി. പരിശുദ്ധ കന്യകാ മിശിഹായ്ക്ക് വിധേയയായി മിശിഹായോടു കൂടി അവിടുത്തെ ഹോമബലിയിൽ ഏറ്റവും വലിയ സഹനത്തിലൂടെ സഹകരിച്ച് ലോകപാപത്തിന് പരിഹാരമർപ്പിക്കുകയും മാനവകുലത്തിന് മുഴുവൻ വേണ്ടി പ്രകൃത്യാതീതമായ യോഗ്യത സമ്പാദിക്കുകയും ചെയ്തു. മനുഷ്യകുലത്തിന്റെ നാശത്തിന് ആദവും ഹൗവയും ഉത്തരവാദികളായതുപോലെ അതിന്റെ പരിത്രാണ കർമ്മത്തിൽ രണ്ടാമത്തെ ആദമായ മിശിഹായും പുതിയ ഹൗവയായ പരിശുദ്ധ കന്യകയും കാരണഭൂതരായി. സഭാപിതാക്കന്മാരെ എല്ലാവരും തന്നെ പരിശുദ്ധ കന്യകയെ ഹവ്വായോട് ഉപമിച്ചിരിക്കുന്നത് കേവലം ആലങ്കാരികമായിട്ടല്ല. ഈശോയും മേരിയും തമ്മിലുള്ള ഐക്യം അഗാധമാണ്. മിശിഹായുടെ പീഡാനുഭവത്തിന്റെ അവസരത്തിൽ മരിയാംബിക കുരിശിൻ ചുവട്ടിൽ സന്നിഹിതയായിരുന്നു. അവൾ മാനവവംശത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ആ മഹാബലിയോട് യോജിച്ച് സ്വയം സമർപ്പിച്ചു. മിശിഹായോടുള്ള കന്യാംബികയുടെ സ്നേഹവും ഐക്യവും മഹത്തരമായിരുന്നതിനാൽ മിശിഹ ശാരീരികമായി സഹിച്ചതെല്ലാം പരിശുദ്ധ കന്യക അവളുടെ ഹൃദയത്തിൽ സഹിക്കുകയുണ്ടായി. മിശിഹായോടുകൂടി സഹിച്ച മറിയത്തിന്റെ സ്നേഹം എത്ര അപാരമാണ്! പരിഹാരമർപ്പിച്ച കൃത്യം എത്ര മഹത്തരമാണ്! അവളുടെ ദൈവമാതൃത്വം വഴി അവൾ സകല സൃഷ്ടികൾക്കും അതീതയായി തീർന്നു. എല്ലാ പാപമാലിന്യങ്ങളിൽ നിന്നും നിശേഷം വിമുക്തയായി. സ്വയം യാതൊരു പരിഹാരവും അർപ്പിക്കാനാകാത്തവർക്കു വേണ്ടി ഹൃദയവ്യതയുടെ തീച്ചൂളയിൽ നമുക്ക് വേണ്ടി പരിശുദ്ധ കന്യക സ്വയം ഹോമിച്ചു. ഒരു വ്യക്തി പരിപൂർണത പ്രാപിക്കുന്നത് മിശിഹായുടെ പരിത്രാണ കൃത്യത്തിൽ എത്രമാത്രം സഹകരിക്കുന്നുവോ അതിന്റെ തോതനുസരിച്ചാണ്. നരകുല പരിത്രാതാവായ മിശിഹ കഴിഞ്ഞാൽ നമ്മുടെ രക്ഷണീയ കർമ്മത്തിൽ ഏറ്റവും കൂടുതൽ സഹകരിച്ചത് ദൈവമാതാവാണെന്ന് നിസ്തർക്കം പറയാൻ സാധിക്കും. അതിനാൽ പരിശുദ്ധ കന്യകയെ സഹരക്ഷക എന്ന് അഭിസംബോധന ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല. തന്നിമിത്തം എല്ലാ മനുഷ്യരും ഈ മാതാവിനെ ബഹുമാനിക്കുകയും അവിടുത്തെ അപദാനങ്ങൾ പ്രകീർത്തിക്കുകയും ചെയ്യേണ്ടതാണ്. രക്ഷണീയ കർമ്മം വസ്തുഗതമായി പൂർണ്ണമാണെങ്കിലും കർത്തൃതരമായി നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷണീയ കർമ്മത്തിൽ ദിവ്യജനനിക്കു സുപ്രധാനമായ പങ്കുവഹിക്കുവാനുണ്ട്. അക്കാര്യം പലരും വിസ്മരിച്ച് കളയുന്നു. മാതാവിനെ അനുകരിച്ച് സഹോദരങ്ങളുടെ രക്ഷാകർമ്മത്തിൽ നമുക്കും സഹകരിക്കാം. അതിന്റെ തോതനുസരിച്ച് നാം ക്രൈസ്തവരായി തീരും. അൽമായ പ്രേഷിതത്വത്തിന് വക്തിക്കാൻ സൂനഹദോസ് പ്രാധാന്യം നൽകിയിട്ടുണ്ട്.